അയ്യോ, ഒരുമാതിരി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവസാനം നമുക്കും ഈ ഒരു സാധനം കിട്ടിയിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാരിൻ്റെ ഓണം പ്രമാണിച്ചിട്ടുള്ള സൗജന്യ കിറ്റാണ്. അപ്പോൾ ഈ ഒരു കേരള സർക്കാർ ഇങ്ങനെ ഒരു സംരംഭം തരാനായിട്ടുള്ള ആ ഒരു പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഇതിനെതിരെ പല പരാമർശങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും, ഇതിനകത്തുള്ള സാധനം ക്വാളിറ്റി ഇല്ലെന്നോ അളവിൽ കുറവുണ്ടെന്നൊക്കെ ഭയങ്കര വിമർശനങ്ങളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് ലൈവായിട്ട് അങ്ങ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ല, ഇതിപ്പോൾ പൊട്ടിച്ചിട്ടില്ല. ഇതിപ്പം ഡയറക്റ്റ് ഇപ്പോൾ മേടിച്ചുകൊണ്ട് ഞാൻ വേണ്ടി ഈ ഒരു പറമ്പിലോട്ടാണ് വന്നത്. ഇതിപ്പം നമ്മളിവിടെ വെച്ച് ലൈവായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ അൺബോക്സ് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് ഈ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്തെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അതിനകത്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ പരിപാടിയിലേക്ക് പോയേക്കാം. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ആദ്യം സാധാരണ ഫ്രഷ് പീസാണ് കേട്ടോ, പൊട്ടിച്ചിട്ടില്ല. ആദ്യം നമുക്ക് സാധാരണ രീതിയിൽ അൺബോക്സിങ്ങിൻ്റെ രീതിയിൽ തന്നെ അങ്ങ് പറയാം. ഇതിൻ്റെ കവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയാണ്. അപ്പോൾ ഇത് മേടിക്കാൻ പോകുമ്പോൾ വല്ല മഴയും പെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സാധനങ്ങൾ മൊത്തം നനഞ്ഞു പോകും. തുണിക്കവറാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു ഇൻസുലേഷൻ ടേപ്പൊക്കെ പോലുള്ള സാധനം വെച്ചിട്ട് വലിച്ചു കീറി ഒട്ടിച്ച് വെച്ചേക്കുകയാണ്. അത് പോട്ടെ. ഇനി നമുക്ക് ഈ സഞ്ചി ഒന്ന് പൊട്ടിക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് എടുത്തു നോക്കാം. അതെന്താ, ഒരു വെളിച്ചെണ്ണയുണ്ട് കേട്ടോ, നിങ്ങൾക്കിത് കാണാം. ശബരിയുടെ വെളിച്ചെണ്ണയാണ് ഇത്. നമ്മുടെ സപ്ലൈകോയിലൊക്കെ പോകുമ്പോൾ അവിടെ ആ പാത്രത്തിൽ കിടക്കുന്ന 1/2 ലിറ്ററിൻ്റെ വെളിച്ചെണ്ണ. ഇതിൻ്റെ വില ഇതിൽ എഴുതിയിരിക്കുന്നത് 102 രൂപ എന്നാണ് കേട്ടോ, 102 രൂപ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇനം, മാറ്റി വെച്ചേക്കാം. അടുത്തത് നമുക്ക് നോക്കാം. ഇത് കണ്ടൊരു മുളക് പൊടിയാണ്. കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറയുന്ന ഏതോ ഒരു കമ്പനിയുടെ ഒരു മുളക് പൊടിയാണ്, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഈ മുളക് പൊടി എന്ന് പറയുന്നത് ഇത് കാശ്മീരി ചില്ലി പൗഡർ അല്ല കേട്ടോ, മറ്റേ സാധാരണ മുളക് പൊടിയാണ് വരുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഐറ്റം. അടുത്തത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി അതും കിച്ചൺ ട്രഷേഴ്സിൻ്റെ മഞ്ഞൾപ്പൊടിയാണ്, 22 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഐറ്റം. അടുത്തത് മല്ലിപ്പൊടിയാണ്. കിച്ചൺ ട്രഷേഴ്സിന് മല്ലിപ്പൊടി ഇല്ലെന്ന് തോന്നുന്നു, ആച്ചിയുടെയാണ്. ആച്ചിയുടെ നിങ്ങൾക്കത് കാണാമല്ലോ, ആച്ചിയുടെ മല്ലിപ്പൊടി 29 രൂപ എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അടുത്തതായിട്ട് വീണ്ടും കിച്ചൺ ട്രഷേഴ്സ് വന്നിരിക്കുകയാണ്, സാമ്പാർ പൊടി. സാമ്പാർ പൊടിയുടെ വില ഇതിൽ എഴുതിയിരിക്കുന്നത് 32 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്, 100 ഗ്രാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ കവറിനകത്തിട്ട സാധനങ്ങളെല്ലാം തന്നെ 100 ഗ്രാമിൻ്റേതാണ്. 100 ഗ്രാമിൻ്റെ ആ വെളിച്ചെണ്ണ മാത്രം 1/2 കിലോ. ഓക്കെ, അപ്പോൾ ഇത് സാമ്പാർ പൊടി. പിന്നെ വരുന്നത് ചെറുപയറാണ്. ചെറുപയർ ഇതിൽ സപ്ലൈകോ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഇത് പാക്ക് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഇത് 1/2 കിലോ ഉണ്ടോ, പിടിച്ച് നോക്കിയിട്ടൊരു 1/2 കിലോ ഉണ്ടോ എന്ന് സംശയമുണ്ട്. 1/2 കിലോ ഉണ്ടോ എന്നുള്ളത്. എന്നാലും ആട്ടെ, ചെറുപയറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3, 2, 5, 6 കൂട്ടമായി. അടുത്തത് 7ാമത്തെ കൂട്ടം പഞ്ചസാര. സപ്ലൈകോയിലെ പഞ്ചസാര തന്നെയാണ്. ഇത് 1 കിലോ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. 1 കിലോ ആണോ 1/2 കിലോ ആണോ, ഏതായാലും സപ്ലൈകോയിലെ പഞ്ചസാരയാണ്. പക്ഷേ ഇതിൻ്റെ പാക്കിങ് പോരാ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്രയും കൂടെ ഒന്നിച്ച് പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് അവർ പെട്ടെന്ന് ചെയ്തു പോകുന്നതുകൊണ്ടായിരിക്കും പാക്കിംഗ് ഒക്കെ ഇപ്പോൾ തന്നെ അത് വിട്ടു പോകാറായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 7 കൂട്ടമായിട്ടുണ്ട്. ഇനി നമുക്ക് 8ാമത്തേത് നമുക്ക് നോക്കാം. വീണ്ടും എന്താ, 1 കവർ പഞ്ചസാര വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് പക്ഷേ 1 കിലോ ഉണ്ട്. എനിക്ക് തോന്നുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കിറ്റിനകത്തൊക്കെ ശർക്കര ഉണ്ടായിരുന്നു.
അപ്പോൾ ശർക്കരയ്ക്കകത്ത് എന്തോ പ്രശ്നം വന്നതുകൊണ്ട് ശർക്കരയ്ക്ക് പകരം ഇപ്പോൾ 2 പാക്കറ്റിനകത്ത് പഞ്ചസാരയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നതാണ് ഇതും സപ്ലൈകോയുടെ തന്നെയാണ് കേട്ടോ. സപ്ലൈകോയുടെ ആ ഒരു സെയിം ലേബലൊക്കെ വെച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തത് 9ാമത്തേതാണ് കേട്ടോ. 9ാമത്തേത് സാവോറിറ്റ് അങ്ങനെയെങ്ങാണ്ട് പറയുന്ന 1 പാക്കറ്റ് സേമിയയാണ്. സേമിയ ഇതിൻ്റെ വില എഴുതിയിരിക്കുന്നത് 20 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. എത്ര ഗ്രാമാണെന്നൊന്നും ഇതേ കാണിക്കുന്നില്ല. എന്തായാലും 20 രൂപ എന്ന് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് സേമിയയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത 10ാമത്തെ നമുക്ക് നോക്കാം. എന്താ 1 പാക്കറ്റ് പപ്പടമുണ്ട്. പപ്പടം ശ്രീശാസ്ത കേരള പപ്പടം. ഇതും 20 രൂപയാണ് എഴുതിയിരിക്കുന്നത്. ഓഗസ്റ്റിൽ പ്രിപ്പയർ ചെയ്തതാണ്, ഒക്ടോബറിലാണ് എക്സ്പയറി ഡേറ്റ് എന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ അവസാനത്തെ ഐറ്റമാണ് ഇതെന്തുവാ? ഇത് മറ്റേ നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ നമ്മൾ സൂചി ഗോതമ്പ് എന്നൊക്കെ പറയത്തില്ലേ, ഇതും സപ്ലൈകോടെ തന്നെയാണ്. ഇത് 1 കിലോ ഉണ്ട് കേട്ടോ. 1 കിലോയുടെ സൂചി ഗോതമ്പും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിപ്പോൾ കാലിയായി, ഇനി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സൗജന്യ കിറ്റിലൂടെ കിട്ടുന്നത്. മൊത്തത്തിൽ 11 ഐറ്റം ഉണ്ട്. അപ്പോൾ ഇതിന് 150 രൂപയുടെ സാധനം ഉള്ളെന്നൊക്കെ ഭയങ്കര പരാമർശവും വിമർശനവും ഒക്കെ വന്നായിരുന്നു. ഇനി ഞാനതൊന്ന് കൂട്ടി നോക്കട്ടെ, അതിൽ എഴുതിയിരിക്കുന്ന വിലയൊക്കെ ഒന്ന് കൂട്ടി നോക്കട്ടെ, എത്ര രൂപ വരുമെന്നൊന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ ഒരു റേറ്റൊക്കെ വെച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു 400 രൂപയുടെ ഒരു മിനിമം ഒരു 400 രൂപയുടെ സാധനം ഉണ്ടായിരുന്നു ഇതിനകത്ത്. മൊത്തത്തിൽ 11 ഐറ്റവും ഉണ്ടായിരുന്നു. അപ്പം കണ്ടല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഓണക്കിറ്റിനകത്ത് ഉണ്ടായിരുന്നത്. ഇനി എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട്, അതായത് എൻ്റെ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ പാക്ക് ചെയ്തതിനകത്തും അല്ലെങ്കിൽ അളവിനകത്തും ഒരു ഇച്ചിരിയൊക്കെ കുറവൊക്കെ കണ്ടേക്കാം. ചിലപ്പോൾ അളവ് ഇച്ചിരി കൂടുതലായിരിക്കും, അതാരും മിണ്ടുകയില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിമിതികളൊക്കെ ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്രയും ജനങ്ങൾക്ക് ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ ഓരോരുത്തർക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ ആ ഒരു നിയമം അനുസരിച്ചിട്ട് ഓരോ കാർഡിനകത്ത് ഓരോ വ്യത്യാസമുണ്ട്. ഇപ്പോൾ മഞ്ഞക്കാർഡിന് കിട്ടുന്ന ആളിന് ആ സമയത്ത് തന്നെ വെള്ളക്കാർഡിലുള്ളവർക്ക് കിട്ടത്തില്ലെന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും 1 മാസം ലേറ്റ് ആയിട്ടാണെങ്കിലും ഈ പറയുന്ന എല്ലാ സാധനങ്ങളും റേഷൻ കാർഡൊക്കെ പ്രോപ്പറായിട്ടുള്ള ആൾക്കാർക്ക് ഇത് മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്കിന് നമ്മളതിനെ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ വിലയിരുത്താതെ നമുക്ക് സൗജന്യമായിട്ടാണല്ലോ കിട്ടുന്നത്. ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം അത് ആ രീതിയിലൊന്ന് കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ നമ്മൾ ഈ ആവശ്യമില്ലാതെ ഇതിനകത്ത് 100 രൂപയുടെ സാധനം പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വെറുതെ വ്യാജമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് അതൊക്കെ ട്രെൻഡിങ്ങിലാക്കുന്നു എന്നൊക്കെ പറയുന്നത് അതത്ര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളെന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ. നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് പോവർട്ടി ഇൻ വേൾഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ എൻ്റെ ഈ ഒരു സ്ക്രീനെ കാണുന്ന ഇതുപോലുള്ള കുറേ പിക്ചേഴ്സ്, അതുപോലുള്ള കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വീഡിയോസ് ഒന്നും ഞാൻ ഉൾപ്പെടുത്തത്തില്ല, കാരണം കോപ്പി റൈറ്റിൻ്റെ പ്രശ്നമൊക്കെ വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സെയിം വേൾഡിൽ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഭൂമിയിൽ തന്നെ മനുഷ്യർ പല രീതിക്കാരുണ്ട്. അതായത് കഴിക്കാനായിട്ട് യാതൊരു ഭക്ഷണവും കിട്ടാത്ത ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ വരെ നമ്മുടെ ഈ ഒരു ലോകത്തിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ചെടികളൊക്കെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ചെടികളുടെയൊക്കെ ഇലകൾ അത് പറിച്ചിട്ട് അത് കഴിച്ച് വെള്ളം കുടിച്ച് ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ ഈ ലോകത്തിലുണ്ട്. അതുപോലെ തന്നെ മണ്ണ് വാരി തിന്നുക. ഇപ്പോൾ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ നല്ല ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ നല്ല ഫുഡ് അവരുണ്ടാക്കിയിട്ട് കസ്റ്റമർ കഴിച്ചിട്ട് ബാക്കി വരുന്നത് അവരെന്ത് ചെയ്യും? വേസ്റ്റ് കൊട്ടയിൽ അവർ ആ ഒരു ഹോട്ടലിൻ്റെ പുറകിൽ എവിടെയെങ്കിലും അത് നിക്ഷേപിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സ്പോട്ട് ചെയ്തിട്ട് അവിടുന്ന് പോയിട്ട് വാരി തിന്നുന്ന ആൾക്കാർ വരെയുള്ള ലോകമാണ് നമ്മുടേത്. അപ്പോൾ അത്രയും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഉള്ളപ്പോൾ നമുക്കിതുപോലുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഒരു ഉന്നതനെന്നോ അല്ലെങ്കിൽ ഒത്തിരി താന്നയാളെന്നോ നോക്കാതെ എല്ലാവർക്കും ഇതുപോലുള്ള ഫെസ്റ്റിവൽ സീസണിലൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമെന്നേ
എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്കും അങ്ങനെ തന്നെ പറയാനായിട്ട് കഴിയണം. നിങ്ങളെന്തായാലും ഈ ഒരു ഓണത്തിന് ഇങ്ങനെയുള്ള ഒരു 3-4 വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ഗൗരവം അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് സങ്കടം വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? വണ്ടി വരുന്നുണ്ടോ എന്നാണല്ലേ. വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ കടക്കും. പക്ഷേ ഈ ലോകത്തിലുള്ള ചില രാജ്യങ്ങളിൽ അവർ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് വെടിയുണ്ടകൾ പ്രതീക്ഷിച്ചിട്ടാണ്. അത്രയ്ക്ക് ആക്രമണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ വരെ നമ്മുടെ ഈ ലോകത്തിലുണ്ട്. അവിടെയുള്ള പിള്ളേരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഇവർ ഈ മണ്ണ് വാരി തിന്നുക അല്ലെങ്കിൽ ഇല പറിച്ച് തിന്നുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു സാഹചര്യത്തിൽ നമുക്ക് ഇത്രയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാര്യം നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് ഞാൻ പാസ് ചെയ്യാനായിട്ടാണ് ഇപ്പം നിങ്ങളെ ഈ ഒരു അൺബോക്സിങ് എന്നുള്ള രീതിയിൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ എടുത്ത് കാണിച്ചത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഭയങ്കരമായിട്ട് ഇതൊക്കെ ഭയങ്കര ചർച്ചയാക്കുന്ന കാര്യങ്ങളാണ് ഈ സംഭവമൊക്കെ. അതായത് ഒരു 100 ഗ്രാം കുറവ് അല്ലെങ്കിൽ 100 രൂപയുടെ സാധനമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് അതിനോ ഒത്തിരി കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കണം. അതായത് ഒത്തിരി പേര് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഇത്രയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പം നമുക്ക് ഇത്രയും പ്രതികൂലം വന്നല്ലേ, കൊറോണയൊക്കെ വന്നിട്ട് ഇത്രയും ആൾക്കാർക്ക് നമ്മുടെ ഈ ഒരു രാജ്യത്ത് കൊറോണയൊക്കെ വന്നിട്ട് നമുക്കിപ്പോൾ ഇത് പിടിച്ചു നിൽക്കാനേലും കഴിയുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കിപ്പോഴും ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരും അങ്ങനെയുള്ള കാര്യങ്ങൾ ആ രീതിയിലും കൂടെ ഒന്ന് ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. അത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഞാനൊരു നല്ല ഓണം ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.